ഇന്നൊരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും മസാലയൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിലാണ് കൂടുതലും തയ്യാറാക്കുക. മീൻ വെച്ചിട്ട് മാത്രമേ ഈ മുളകിട്ടത് തയ്യാറാക്കാറുള്ളൂ അല്ലേ. ഒരു തവണ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അധികം മസാലകളൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലാം ഉണ്ട് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് അതിലേക്ക് ആ ഒരു എരിവും പുളിയും എല്ലാം പിടിച്ച് വരിക കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. വലുതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 8 അല്ലിയോളം എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, സവാള, കുറച്ച് കറിവേപ്പിൻ്റെ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്ക് നെടുകെ കീറിയിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണേ. ഇതിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല കേട്ടോ, തക്കാളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളി എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രമേ പൊടികളായിട്ട് വേണ്ടൂ കേട്ടോ. ഇനി ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. അതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളൊക്കെ വഴറ്റി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടായി കിടക്കുന്ന ചട്ടിയാണ്, മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ നല്ല മുളക് പൊടിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണക്ക് നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറിയ പീസസ് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ തക്കാളി തവി വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ചിക്കൻ കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇപ്പം നന്നായി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ ചിക്കനിലേക്കും ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവുന്നതിന് നമുക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കിടന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതായി 4 പുറത്തുനിന്ന് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട്, പിന്നെ നമ്മുടെ ഗ്രേവിയുടെ ഒരു തിക്നെസ്സിനനുസരിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനത് കുറച്ചൊരു ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു തവണ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഈ ഒരു പരുവത്തിലാണ്. എണ്ണയൊക്കെ ഇപ്പം തന്നെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒന്നും കൂടി അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നന്നായി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് എനിക്ക് ഗ്രേവി വേണ്ടത് കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
കണ്ടില്ലേ, ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയുടെ ഒരു ചൂടിൽ കിടന്ന് തിളയ്ക്കുന്നതാണ്. ഇനി ഇങ്ങനെ തന്നെ നമുക്കൊരു അടച്ച് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടാലറിയാമല്ലേ, നന്നായി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്യാൻ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഗ്രേവിക്ക് തന്നെ എന്താ പറയുക, ചോറിൻ്റെ കൂടെയൊക്കെ കിടിലനാണ് ഈ ഒരു ചിക്കൻ മുളകിട്ടത്. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഇതുവരെ ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണേ. ഒരു അടിപൊളി ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.